PCWF എവർഗ്രീൻ ഞാറ്റുവേല സംഗമം സംഘടിപ്പിച്ചു. ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ വിതരണത്തെയും സസ്യങ്ങളുടെ വളർച്ചയെയും സാമ്പ്രദായിക കൃഷിയാനുഭവ പരിജ്ഞാനത്തെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട ഞാറ്റുവേലകളുടെ ഓർമ്മകൾ അയവിറക്കുന്നതിനായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എവർഗ്രീൻ സമിതി ഈ വർഷവും ഞാറ്റുവേല സംഗമം സംഘടിപ്പിച്ചു. ഔഷധക്കഞ്ഞി വിതരണം, കാർഷിക പഠന ക്ലാസ്, കൊയ്ത്തുപാട്ടുകളുടെയും നാടൻ പാട്ടുകളുടെയും ആസ്വാദനം തുടങ്ങി വിവിധ പരിപാടികൾ ഞാറ്റുവേല സംഗമത്തിന്റെ ഭാഗമായി നടന്നു. കുമ്മിപ്പാലം കാട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ ഭവനമുറ്റത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ഖദീജ മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. പഴയ കാലങ്ങളിലൊക്കെ ഇപ്പൊ ഒന്ന് കഞ്ഞി കുടിക്കുമ്പോൾ എനിക്ക് ആ പ്ലാവില കുത്തി കഞ്ഞി കുടിച്ചപ്പോൾ അതൊരു പഴയ കാലത്തേക്ക് ഒരു ഓർമ്മ വന്നു. നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ കഞ്ഞി കുടിക്കാൻ മുറ്റത്ത് നിന്നപ്പോൾ പ്ലാവില പറക്കി കൊടുന്ന് അത് കുത്തിയിട്ടായിരുന്നു കഞ്ഞി കുടിച്ചിരുന്നത്. ഇന്ന് കയ്യിലിന്റെ രൂപമൊക്കെ പല രൂപത്തിലായി മാറി. ഇന്ന് കഞ്ഞി തന്നെ കുടിക്കണില്ല. പനി വന്നാൽ പോലും കുട്ടികൾക്ക് കഞ്ഞി വെച്ചു കൊടുത്താൽ കഞ്ഞി വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. നമ്മുടെ ജീവിത സ്റ്റൈലൊക്കെ ആകെ മാറിയിരിക്കുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാറ്റുവേല എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഇവിടെ കാർഷിക കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ ഇപ്പോൾ മഴക്കാലം വന്നു തുടങ്ങിയിട്ടുള്ളൂ, എന്നാൽ നമുക്ക് വേണ്ടത്ര മഴ ലഭിച്ചിട്ടില്ല എന്നതാണ്. ഒരു മഴ വന്നാൽ തന്നെ, ഒരു മഴ പെയ്താൽ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടായി രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇനി കാരണം നമുക്ക് തന്നെ അറിയാം അല്ലെ. ഇവിടെ ഉണ്ടായിരുന്ന ഒരുവിധം നമ്മളൊക്കെ കൃഷി നടത്തിയിരുന്ന പല വയലുകളും അതുപോലത്തെ നെൽപ്പാടങ്ങളൊക്കെ തന്നെ തൂർത്ത് വളരെ മനോഹരമാക്കി എടുത്തതിന്റെ കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പഞ്ചായത്തിന്റെ മെമ്പർമാരാണ്. ഒരു മഴ പെയ്ത് ഉടനെ തന്നെ ഫോൺ വിളിയായി വെള്ളം കെട്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെളിയങ്കോട് പഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ സഫ്ന VK പഠന ക്ലാസിന് നേതൃത്വം നൽകി. എവർഗ്രീൻ ചെയർപേഴ്സൺ ശാരദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഹൈദരലി മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. 6 തരം അരികൾ, 3 തരം ജീരകം, ഉലുവ, ശതകുപ്പ, അയമോദകം, നന്നാരി, പാർവള്ളി, തേറ്റാമ്പരൽ, കക്കിൻകായ, ഏലം, ഇലവങ്കം, ഗ്രാമ്പു, പച്ചില, നാഗപ്പൂ തുടങ്ങിയ 60ഓളം മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയ ഔഷധക്കഞ്ഞിയും ചേമ്പില, ചേനയില, മഷിത്തണ്ട്, ചിക്കൂർ മാനിസ്, വേലിച്ചീര, ആനത്തൂവ, ചായമൻസ, മത്തയില, പൊന്നാങ്കണ്ണി, നാടൻ നീല, ലോഹിത ചീര, കുറ്റിച്ചീര, നാടൻ ചീര, നെയ്യുകുളന്ത്, മൾബറിയില, മുളകിന്റെ ഇല, ഉണ്ടായപ്പുല്ല്, കുമ്പളയില, പയറില, തഴുതാമ, നാടൻ ചുവന്ന ചീര, കോവയില, മുരിങ്ങയില, കറിവേപ്പില, സാമ്പാർ ചീര എന്നിങ്ങനെ 25 ഇലകൾ കൊണ്ട് തയ്യാറാക്കിയ ഉപ്പേരിയും കപ്പ, പപ്പടം ചുട്ടത്, ചമ്മന്തി, ചക്ക, ചെറുപയർ തോരൻ തുടങ്ങി അംഗങ്ങൾ തയ്യാറാക്കിയ വിവിധങ്ങളായ വിഭവങ്ങളാൽ സമൃദ്ധമായിരുന്നു. MM സുബൈദയും ടീമും അവതരിപ്പിച്ച പ്രാർത്ഥനാ ഗീതവും എഴുത്തുകാരൻ MT അലി ആരംഭം കുറിച്ച കൊയ്ത്തുപാട്ടുകളും നാടൻ പാട്ടുകളും ഉണ്ടായിരുന്നു. ജൂലൈ ഡിസംബർ വരെയുള്ള പ്രവർത്തന കലണ്ടർ എവർഗ്രീൻ സമിതി ഉപാധ്യക്ഷൻ മോഹനൻ പാക്കത്ത് അവതരിപ്പിച്ചു. P കോയക്കുട്ടി മാസ്റ്റർ, CV മുഹമ്മദ് നവാസ്, T മുനീറ, S ലത ടീച്ചർ, P ശ്രീരാമനുണ്ണി മാസ്റ്റർ, MT നജീബ്, P ആരിഫ, K ഷീജ തുടങ്ങിയവർ സംബന്ധിച്ചു. കാട്ടിൽ മുഹമ്മദ് കുട്ടി സ്വാഗതവും റാഫിന ഷിയാബ് നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പഴയ പൂർവികരായിട്ടുള്ള കർഷകർ അവര് അന്ന് ഈ കാലാവസ്ഥയുടെ ആപ്പുകളില്ല, ഒരു പ്രവചനങ്ങൾ അവരറിയില്ല. പക്ഷെ അവര് കൃഷി ചെയ്തിരുന്നു. അവര് നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്നു. അവരെങ്ങനെയാ ചെയ്തിരുന്നത് വെച്ചാൽ അവര് സൂര്യന്റെ സ്ഥാനം, താപനില, മഴയുടെ ലഭ്യത, അങ്ങനെ പല പ്രകൃതിയിലുള്ള ഓരോ മാറ്റങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് അങ്ങനെയാണ് അവരവരുടെ ഓരോ കാർഷിക വൃത്തികളും അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.